ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ് കേട്ടോ. ആക്ച്വലി ഇന്ന് എന്ന് പറയുമ്പോൾ ജൂൺ 22 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായി. സാരമില്ല, നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് ആവാം. അപ്പം ബർത്ത്ഡേ ആണെങ്കിലും എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം രാവിലെ തന്നെ ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ ദേ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി, പിന്നെ ഇവർ എനിക്ക് ദേ ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങി തന്ന് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബർത്ത്ഡേ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബർത്ത്ഡേ ആവാനായിട്ട്. നമ്മൾ പുതിയ ഡ്രസ്സും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ട് സ്കൂളിൽ ഭയങ്കര നമ്മൾ തന്നെ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അതായപ്പം ഇങ്ങനെ ബർത്ത്ഡേ വരുമ്പം നമുക്കിങ്ങനെ ഒരു വയസ്സ് കൂടെ കൂടി എന്നുള്ളൊരു ടെൻഷൻ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പം അതൊക്കെയാണ് നമ്മുടെ അഡൾട്ടിൽ ബർത്ത്ഡേസ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ബർത്ത്ഡേസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അവളുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഇവിടെ രണ്ടാൾക്കാർ കേക്ക് കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ മുറിക്കാം എന്നുള്ള രീതിയിൽ വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം രണ്ടുപേരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർക്ക് അധികം നമ്മളങ്ങനെ ചോക്ലേറ്റോ അല്ലെങ്കിൽ അധികം മധുരമൊന്നും കൊടുക്കാറില്ല. പിന്നെ ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ ഒരു ചെറിയൊരു കൊടുക്കും. അല്ലാണ്ട് ഇവർക്കങ്ങനെ നമ്മൾ മധുരമൊന്നും അധികം കൊടുത്തുവിടാം. അപ്പം കേക്കൊക്കെ കൊടുത്തു കേട്ടോ, 3 പേർക്കും ചെറിയ പീസ് വെച്ച് കൊടുത്തു. പിന്നെ ദേ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മണിക്കുട്ടി ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അതെങ്ങാനും പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്തെ ആ ഒരു എന്താണ് സോപ്പ്, എന്താണ് അതിനകത്തുള്ള ആ സാധനം ഇനി വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇനി അത് വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് മേടിച്ച് വെച്ച്. പിന്നെ അതിനാണോ എന്നറിയില്ല, ഭയങ്കര പിണക്കായിരുന്നു ആൾ. പിന്നെ പിണക്കൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ അടുത്ത് പോയിരുന്നു. അവൾ കട്ടയ്ക്ക് കിടക്കുന്നില്ല, പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.